ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ സാധാരണയായി ചോറ് ബാക്കി വരാറുണ്ട്. ആ ചോറ് കൊണ്ട് നമുക്ക് എങ്ങനെ അരിപ്പത്തിരി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയിലിട്ടൊന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ചോറിൻ്റെ തരിതരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പത്തിരിപ്പൊടി ചേർത്തൊന്ന് നല്ല ടൈറ്റ് ആകുന്നവരെ കുഴച്ചെടുക്കണം. നമുക്ക് അല്പാൽപമായി പത്തിരിപ്പൊടി ചേർത്തതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് പൊടി ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. അല്പാൽപമായി ചേർത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. നല്ല ടൈറ്റ് ആകുന്നവരെ നമുക്കിത് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം അരിപ്പൊടി ആവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്തിരിയുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോളുകളാക്കി മാറ്റാം. നമുക്കിതൊരു പത്തിരി പ്രസ്സിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിത് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനൊരു പത്തിരി താവ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അല്പം ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോ പത്തിരിയായിട്ട് ചുട്ടെടുക്കണം. ഒരേ സമയം നമുക്ക് 4 പത്തിരി വരെ ചുട്ടെടുക്കാൻ പറ്റിയ ഒരു പത്തിരി താവയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ ഒരു ഫ്രൈ പാനിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം. ഒരു വശം നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വശം ഡ്രൈ ആയിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പത്തിരി തയ്യാറാക്കാൻ നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റോളം ആവശ്യമായി വരും. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി നല്ലവണ്ണം പൊങ്ങി വരുന്നതാണ്. നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ പാനിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമ്മൾ സാധാരണ അരി ഗ്രൈൻഡറിൽ അരച്ച് ചുടാറുണ്ട്, അല്ലാതെ റൈസ് പൗഡർ യൂസ് ചെയ്തിട്ടും ചുടാറുണ്ട്. നമ്മൾ ചോറ് ഉപയോഗിച്ച് ചുടുന്നത് ആദ്യമായിരിക്കും, പക്ഷെ നമുക്ക് വളരെ നൈസായിട്ടുള്ള പത്തിരി തന്നെ ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റും. ഇത് വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണിത്. എല്ലാവരും ഇത് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്